ആന്റോ ആന്റണി, ഇവിടെ ഇപ്പോൾ ബി.ജെ.പി. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശ് അടക്കമുള്ള ഇടങ്ങളിൽ അവിടെ ലാഡ്ലി ബഹ്ന സ്കീമാണ് വീണ്ടും ഒരു ബി.ജെ.പിക്ക് ഭരണ തുടർച്ച ഉണ്ടാക്കിയത് എന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. കഴിഞ്ഞ തവണ ഈ PM കിസാൻ സമ്മാൻ നിധിയാണ് ഗെയിം ചേഞ്ചർ ആയത് എന്ന ഒരു വിലയിരുത്തൽ കഴിഞ്ഞ 5 കൊല്ലം മുമ്പുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് തോന്നുന്നു ഈ പദ്ധതികളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഇതിനോടകം തന്നെ ഉണ്ട് എന്ന ആത്മവിശ്വാസം ബി.ജെ.പിക്ക് ഉള്ളതുപോലെ തോന്നുന്നു. അല്ല, ഈ ഗോപാലകൃഷ്ണനൊക്കെ ചാനലിൽ വന്നിരുന്ന എന്തും പറയാനുള്ള ഒരു സാഹചര്യം എന്ത് പറയുന്നത് എക്കണോമിക് സർവേ റിപ്പോർട്ട് വെച്ചിട്ടില്ലല്ലോ. എക്കണോമിക് സർവേ റിപ്പോർട്ട് സത്യസന്ധമായ സാമ്പത്തിക നിലയുടെ അവസ്ഥ കാണിക്കുന്നതാണ്. അത് വെച്ചാൽ ഈ രാജ്യത്ത് 40 വർഷത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് എന്നുള്ളത് മനസ്സിലാവും. ലോകത്തിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളിൽ 85% ഇന്ത്യയിലാണെന്നുള്ളത് മനസ്സിലാവും. ഈ പ്രഖ്യാപിച്ച ഒന്നും നടപ്പായിട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. അത് മനസ്സിലാക്കാതിരിക്കാൻ ഒരു ഗവൺമെൻറ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാതെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഏതുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? അപ്പം തുടക്കം മുതലുള്ള ഈ വാഗ്ദാനവും തട്ടിപ്പും ഉണ്ടല്ലോ, അത് തുടരുകയാണ്. നമ്മുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ തട്ടിപ്പ്, അതുപോലെ തന്നെ വർഷം തോറും 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞത്, കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ കർഷകർ ഇരട്ടി വരുമാനം കൊണ്ട് സമരനായി കഴിയുകയാണല്ലോ. ഒരു ദിവസം എത്ര കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നുള്ള കണക്കൂടെ ഒന്നും എടുക്കരുതോ? പിന്നെ പാർലമെൻറ്റിൽ കൊണ്ടേ പാസ്സാക്കിയ ഒരു കാർഷിക നിയമം ഉണ്ടല്ലോ. ഒരു ഏതെങ്കിലും കാർഷികോൽപ്പന്നത്തിന് വില ഇടിഞ്ഞാൽ അവർക്കൊരു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള ആ വകുപ്പ് എടുത്തു കളഞ്ഞിട്ട് ഈ കൃഷിക്കാരെ മുഴുവൻ വൻകിട കോർപ്പറേറ്റുകളുടെ മുന്നിൽ അവരുടെ ദയാദാക്ഷിണ്യത്തിന് എറിഞ്ഞു കൊടുത്തിട്ട് ഇതിൻ്റെ ഒന്നും ഒരു ജനങ്ങളുടെ മുന്നിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റുന്ന ഒന്നുമില്ലാതെ ബഡ്ജറ്റിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് കാടടച്ച് വെടിവെക്കാൻ കഴിയും. ഇപ്പോൾ ഇവർ ഭയങ്കര വളർച്ചയാണെന്നാണ് പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ പറഞ്ഞ് രാജ്യം കണ്ട വളർച്ച കണ്ട് തരിച്ചു നിൽക്കുകയെന്നാണ്. ലോകത്ത് ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി കാലഘട്ടത്തിൽ ലോകം മുഴുവൻ തകർന്നപ്പോൾ 12% വളർച്ചാ നിരക്ക് നേടിയ രാജ്യമാണ് ഇന്ത്യ. അന്ന് ഭരിച്ച പ്രധാനമന്ത്രിയുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗാണ്. ആ കാലഘട്ടത്തിൽ ഒരിക്കലും 9% വളർച്ചാ നിരക്ക് താന്നില്ല. അന്ന് പെട്രോള് 141 റുപ്യക്ക് ക്രൂഡിന് വിലയുള്ളപ്പം 70 റുപ്യക്ക് കൊടുത്തു. നിങ്ങൾ ഈ 50 രൂപയ്ക്ക് വർക്കുമെന്ന് പറഞ്ഞ് പെട്രോൾ എവിടാ? വാഗ്ദാനം പാലിച്ചെന്ന് പറഞ്ഞല്ലോ. ഡീസൽ എവിടാ? നിങ്ങൾ ഈ അധിക നികുതി പിരിച്ചെടുത്ത പണം എവിടെയാണ്? വൻകിട കോർപ്പറേറ്റുകളുടെ 10 ലക്ഷം കോടി റുപ്യയുടെ അവരുടെ കിട്ടാക്കടം റൈറ്റ് ഓഫ് ചെയ്യുകയും അവർക്ക് സൗകര്യം ഒരുക്കുകയും ചെയ്തതല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഈ രാജ്യത്തെ കുറേ 10-20 കോർപ്പറേറ്റ് മുതലാളിമാർ മാത്രമേ ഉള്ളൂ. ഈ രാജ്യം 140 കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തെ 139,99,980 ആളുകൾ നിങ്ങൾക്ക് പരമ ഉച്ചമാണ്. ശരി, അവരെ നിങ്ങൾ കണക്കിലെടുക്കില്ല. വാഗ്ദാനങ്ങളാണ്. ഇപ്പോൾ പറയുന്നു ഭവനരഹിതർ, ചേരുകളിൽ താമസിക്കുന്നവർ അവർക്ക് നടപ്പാക്കും എന്നല്ല പറയണ്ട. 10 വർഷമായല്ലോ, എത്ര നടപ്പാക്കിയെന്ന് പറയണം. അപ്പോൾ നികുതി വരുമാനം കൂടുന്നുണ്ട്. അപ്പം കേരളം എന്താ ഈ ഇന്ത്യയുടെ ഭാഗമല്ലേ? IIT, എയിംസ്, റെയിൽവേ സോണ് ഇതൊക്കെ കേരളം ചോദിച്ചതാണല്ലോ, കൊടുത്തില്ലല്ലോ. പിന്നെ കോച്ച് ഫാക്ടറി നടക്കാതെ പോയത് UPA ഗവൺമെൻറ് കാലത്ത് അതിന് തീരുമാനങ്ങളുണ്ടായിരുന്ന 10 വർഷം നിങ്ങൾ ഭരിച്ചു, അതുകൊണ്ട് നടപ്പായില്ല. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട്. നിങ്ങളുടെ ഈ ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. നിങ്ങളുടെ ഈ കാര്യത്തിലെ സമീപനം പറഞ്ഞു തീർക്കൂ. അത് അവസരവാദപരമാണ് എന്നുള്ളതിന് കൂടുതൽ ഉദാഹരണം തേടി പോകേണ്ട കാര്യമില്ല. ശരി, ഓക്കെ.